ടൗൺ എസ് ഐ ദീപ്തി എന്ന് പറയുന്ന എസ് ഐക്ക് എങ്ങനെയാണ് പെരുമാറുന്നത്? അവര് എസ് എഫ് ഐക്കാരെ നീ പോടാന്നാ പറയുന്നത്. അങ്ങനെയാണോ ഒരു പോലീസ് ഉദ്യോഗസ്ഥ പെരുമാറേണ്ടത്? അവരൊരു ഉത്തരവാദിത്തത്തോടു കൂടി പെരുമാറുന്നില്ല. അവർ പ്രശ്നം സങ്കീർണമാക്കുകയാണ്. പോലീസ് ഇതിലൊക്കെ കുറച്ച് ക്രിയാത്മകമായി ഇടപെടണം. ആ നിലയിൽ തന്നെയാണ്. എന്താണ് മറ്റു കാര്യങ്ങൾ അത് ആരാണെന്നാണെന്ന് അവർ വ്യക്തമാക്കട്ടെ. ആരും തട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യം ഒന്നും ഇവിടെ ഇപ്പോൾ ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും പ്രകോപനം ഉണ്ടായോ? പോലീസുമായിട്ട് കാലിക്കറ്റിൽ സമാനമായ സ്ഥിതിയായിരുന്നു. കാലിക്കറ്റിൽ അവർ പ്രൊട്ടക്ഷൻ വേണമെന്ന് കോടതി ഉത്തരവുമായി വന്നു. കോടതി ഉത്തരവുമായി വന്നാൽ എസ് എഫ് ഐക്കാരെ തല്ലാനുള്ള ലൈസൻസ് ആണ് എന്നാണ് അവർ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലയിൽ തന്നെയാണ് ഇവർ കാണുന്നത്. ഇപ്പോൾ പ്രശ്നം ഉണ്ടായാൽ എസ് എഫ് ഐക്കാരെ തല്ലുക, അതാണോ പ്രൊട്ടക്ഷൻ? പ്രൊട്ടക്ഷൻ പോലീസ് കൊടുക്കണമെങ്കിൽ എന്ത് വേണം? കൊടുക്കേണ്ടത് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടവർക്കാണ്. ഇവിടെ ഇപ്പോൾ ടൗൺ എസ് ഐ ദീപ്തി എന്ന് പറയുന്ന എസ് ഐക്ക് എങ്ങനെയാണ് പെരുമാറുന്നത്? അവര് എസ് എഫ് ഐക്കാരെ നീ പോടാന്നാ പറയുന്നത്. അങ്ങനെയാണോ ഒരു പോലീസ് ഉദ്യോഗസ്ഥ പെരുമാറേണ്ടത്? അവരൊരു ഉത്തരവാദിത്തത്തോടു കൂടി പെരുമാറുന്നില്ല. അവർ പ്രശ്നം സങ്കീർണമാക്കുകയാണ്. പോലീസ് ഇതിലൊക്കെ കുറച്ച് ക്രിയാത്മകമായി ഇടപെടണം. അതിന് പകരം പ്രശ്നം വഷളാക്കാണ് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ആ എസ് ഐ ഉൾപ്പെടെയുള്ളവർ. അവരൊരു സ്ത്രീയല്ലേ, അവർ കുറച്ച് മാന്യമായി പെരുമാറണ്ടേ? അപ്പോൾ ആ നിലയിലല്ല കാര്യങ്ങൾ കണ്ടുപോകുന്നത്. അപ്പോൾ ഒരു കാര്യം ഞങ്ങൾ പറയാം, പ്രൊട്ടക്ഷൻ എന്ന് MSF ആവശ്യപ്പെട്ടുണ്ടെങ്കിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യുക. അതിന് SFI യുടെ ഇപ്പോൾ കണ്ണൂർ ജില്ലാ കമ്മിറ്റി മെമ്പർ കൂടിയായിട്ട് സഖാവിനെ ഇപ്പോൾ തലക്കടിച്ച് പൊളിച്ചിട്ട് ഇപ്പോൾ കൊണ്ടുപോയിട്ടാണ് പോലീസ്. ഇത് സമാനമായിരുന്നു കാലിക്കറ്റിൽ 3 പേരെ ഇതേപോലെ ആക്രമിച്ചു. പ്രൊട്ടക്ഷൻ അവരാവശ്യപ്പെട്ടിട്ട് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക. ഇവിടെ ആരെയും തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. കണ്ണൂർ ടൗണിൽ അങ്ങനെ ഒരു സ്ഥിതിയില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ പറയട്ടെ ആരും എന്തെന്നൊക്കെ. അപ്പോൾ എന്തായാലും അത്തരം ഒരു സ്ഥിതിയിൽ അനാവശ്യമായി പ്രശ്നം ഉണ്ടാക്കരുത് എന്നാണ് പറയാനുള്ളത്. പോലീസും അതിൽ നല്ല നിലയിൽ ഇടപെടണമെന്നാണ് പറയുന്നത്. സജീവ്, ഇവിടെ വന്നിറങ്ങിയ സഫാന എന്ന് പറയുന്ന ഒരു UEC തട്ടിക്കൊണ്ടുപോയി എന്നാണ് അവരുടെ ആരോപണം. അവർ ഓട്ടോറിക്ഷയ്ക്ക് ഇവിടെ വന്നിറങ്ങുമ്പോൾ നിങ്ങളുടെ നേതൃത്വത്തിൽ അങ്ങനെയൊക്കെ കേരളത്തിൽ ഇതുകൊണ്ട് വണ്ടിക്കപ്പെട്ടു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നത് എന്ത് ശരിയാണ്? ഇതിനൊന്നും ആർക്കും സംഭവിക്കില്ല. അവർക്കെന്തെങ്കിലും UEC ഇല്ലാത്തതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിലയിൽ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചതോ ആയിരിക്കാം. എന്തായാലും SFI അങ്ങനെ ഒരു പ്രവർത്തനം സംഘടിപ്പിക്കാൻ ഇവിടെ എന്തായാലും ആരാണെങ്കിലും ശരി എല്ലാവർക്കും സംരക്ഷണം വേണമെന്ന് ആ കത്തോട് തന്നെ അടിസ്ഥാനത്തിലുള്ള ഇത്രയും പോലീസ് ഇതുവരെ ഇല്ലാത്ത 25 വർഷമായിട്ട് ഇല്ലാത്ത പ്രൊട്ടക്ഷനാണ് പോലീസ് സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ ഒരു അന്തരീക്ഷത്തിൽ ഇതൊക്കെ പറയുന്നത് കേവലം ആരോപണമാണ്. എന്താണ് പരാജയം? ഞാൻ നേരത്തെ പറഞ്ഞു 130 ഞങ്ങൾ ഈ പറഞ്ഞ ജനറൽ കൗൺസിൽ പൂർണ്ണമായി ഞങ്ങൾ മുന്നിൽ നിൽക്കുകയാണ്. അത് ഞങ്ങൾക്ക് എന്താണ് പരാജയം? കഴിഞ്ഞ 25 വർഷമായി ഞങ്ങൾ യൂണിയൻ കൈയാളുന്ന സർവകലാശാല ഇവിടെ ഒരു പരാജയം ഞങ്ങളെ സംബന്ധിച്ചില്ല. വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾക്കില്ല. പക്ഷേ ഇവിടെ പറഞ്ഞതുപോലെ കള്ള വോട്ട് ചെയ്യാൻ MSF ഇവിടെ പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഈ പറയുന്ന UEC മാർക്കിടയിൽ കള്ള വോട്ടുണ്ട്. അത് ഞാൻ നേരത്തെ ബന്ധപ്പെട്ട പോലീസുകാരോട് പറഞ്ഞു. ഇപ്പോൾ ബന്ധപ്പെട്ട പോലീസുകാർക്ക് അതല്ലാതെ തെരഞ്ഞെടുപ്പ് സംഘടിപ്പിക്കലല്ല, ഇതുപോലെ SFI ക്കാർക്കിടയിൽ പ്രശ്നം